ബൈപ്പാസ് അടിപ്പാതയിലെ സ്ലാബുകൾ തകർന്ന കാനകളിൽ യാത്രക്കാരും വാഹനങ്ങളും വീണ് അപകടമുണ്ടാകുന്നത് തുടർക്കഥയാകുന്നു. കാലവർഷ തുടക്കത്തിൽ തന്നെ ഈ ഭാഗത്ത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മെട്രോ 7 ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അധികാരികളുടെ അനാസ്ഥ മൂലം ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമാവുകയാണ്. നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ജനങ്ങളുടെ ആരോപണം. ആലുവ ബൈപ്പാസ് അടിപ്പാതകളിലെ സ്ലാബുകൾ തകർന്ന കാനകളാണ് നിത്യവും അപകടങ്ങൾക്കിടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം കാനയിൽ വീണ് ഓട്ടോറിക്ഷയ്ക്ക് തകരാർ സംഭവിച്ചിരുന്നു. തിരക്കേറിയ സമയത്തായിരുന്നതിനാൽ ഗതാഗതക്കുരുക്കിനും വഴിയൊരുക്കി. ആലുവ മാർക്കറ്റ് പരിസരത്തെ അടിപ്പാതയിലാണ് കൂടുതൽ അപകട ഭീഷണി. നഗരത്തിൽ നിന്ന് അങ്കമാലി ഭാഗത്തേക്കുള്ള എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് ദേശീയപാതയിലേക്ക് പോകുന്നത്. ഈ വഴിയുടെ വളവിലെ സ്ലാബുകളാണ് തകർന്നിരിക്കുന്നത്. വർഷങ്ങളായി ഈ അവസ്ഥ തുടരുന്നു. കാലവർഷ തുടക്കത്തിൽ തന്നെ ഈ ഭാഗത്ത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മെട്രോ 7 ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടും തിരക്കേറിയ ഇവിടെ ഇരുചക്ര വാഹനങ്ങളടക്കം കാനയിൽ ചാടുന്നത് പതിവ് കാഴ്ചയാണ്. ഇതിനെതിരെ അധികാരികൾക്ക് നിരവധി പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് ജനങ്ങളുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് reopening shortly. Nakshatra Gold and Diamonds,